ഹായ് നമസ്കാരം. ഇന്നലെ നമ്മൾ മുക്കം ഉമർ ഫൈസി സമസ്തയുടെ വേദിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗം, ആ വേദിയിൽ ബഹുമാന്യനായ ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ അവർകൾ, അതുപോലെ തന്നെ ബഹുമാന്യനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളൊക്കെ അവരെല്ലാം വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ആ സദസ്സിനെയും അതുപോലെ തന്നെ ആ സ്റ്റേജിലുള്ള ആളുകളെയൊക്കെ പുളകമണിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹം ഇന്നലെ പ്രയോഗിച്ചത് നമ്മളെല്ലാവരും കണ്ടാണ്. എല്ലാവരും അതിൽ വല്ലാതെ പുളകമണിയിച്ചു. കാരണം അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരമാണ് എന്നുള്ളതാണ് ഓരോ സമയങ്ങളിലും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൗശലക്കാരനായ കുറുക്കൻ്റെ സ്വഭാവമാണ് സത്യത്തിൽ. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം ഒരു കാര്യം നേടി എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം വിമർശിച്ചവരെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രശംസിക്കുകയും കല്ലെറിഞ്ഞവരെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പൂമാല ഇടിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിലൂടെ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് ഇന്നലത്തെ ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു എന്നുള്ളതാണ്. എന്നാൽ നേരം വെളുത്തപ്പോൾ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ കേരള മുസ്ലിങ്ങളുടെ നേതാവായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവർകളാണ്. അർഹമുറാഹിമാൻ തമ്പുരാൻ വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ഈ സമുദായത്തെ നയിക്കാൻ ആയുരാരോഗ്യവും സിഹത്തും ആഫിയത്തും അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടു. എന്താണ് ഉമർ ഫൈസി പറഞ്ഞത്? ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടു. ഏതായിരുന്നു ആ വാർത്ത? ആ വാർത്ത ഇതായിരുന്നു: സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം വഖഫ് ബോർഡിൽ സംസ്ഥാന സർക്കാർ അംഗമായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. അങ്ങനെ ഉമർ ഫൈസി മുക്കം വഖഫ് ബോർഡിൽ ഒഴിവ് വരുന്ന വേക്കൻസിൽ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തു. പുതിയ വഖഫ് ബോർഡ് നിലവിൽ വരികയാണ് അല്ലേ? അങ്ങനെ കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ അദ്ദേഹത്തെ വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഏത് സർക്കാർ? കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ഇന്നേ വരെ ഒരു നേതാവും ഞങ്ങൾ കമ്മ്യൂണിസത്തിൽ അതിൻ്റെ നയങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി എന്നുള്ളത് പണ്ട്. ഇന്നും കമ്മ്യൂണിസത്തിൽ തന്നെയാണ് സഖാക്കളായ ആളുകളും അതിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ മന്ത്രിമാരും അതിൻ്റെ ഗവൺമെൻറ്റും ഇന്നും അതിൽ വിശ്വസിച്ച് തന്നെയാണ് ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് നമുക്കെല്ലാ ആളുകൾക്കും അറിയാം. ഇനി അദ്ദേഹം ഇന്നലെ ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് നമുക്ക് ആദ്യം കേട്ടുവരാം. ഞാൻ ലീഗ് വിരോധിയാണ്, സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒക്കെ പറച്ചിലാണ്. ഒന്നുമില്ല. സഖാവ് ഒരു മനുഷ്യനിക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു മുമ്പിനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഇതൊക്കെ കേട്ടിട്ട് നമ്മളെന്താക്കരുത്, പരസ്പരം ഗീബത്ത് നമീമത്തൊന്നും നടത്തരുത്. കേട്ടില്ലേ മൂപ്പര് പറഞ്ഞത്? പാണക്കാട് കുടുംബത്തെ അങ്ങോട്ട് വനോളം അങ്ങോട്ട് മഹത്വവൽക്കരിച്ച് അങ്ങോട്ട് പൊന്തിച്ചു വെച്ച് അവിടുത്തെ മഹത്വങ്ങളെ കുറിച്ച് വനോളം ആ സദസ്സിൽ ഉള്ള ആളുകളെ രോമാഞ്ചം കൊള്ളിച്ചു. പിന്നെ മൂപ്പരെന്താ പറഞ്ഞത്? കമ്മ്യൂണിസം ഒരു മുഅ്മിനായ മനുഷ്യന്, ഒരു ഈമാനുള്ള വിശ്വാസിക്ക്, ഒരു ഇസ്ലാമത വിശ്വാസിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് മൂപ്പരവിടെ പറഞ്ഞു വെച്ചത്. പിന്നെന്തേ മൂപ്പര് പറഞ്ഞത്? ഞാനൊരു സഖാവല്ല എന്നുള്ളതാണ്. അതൊക്കെ ആളുകളുണ്ടാക്കുന്ന ഫിത്നയും നമീമത്തുമാണ് എന്നുള്ളത് കൂടി മൂപ്പര് പറഞ്ഞു വെച്ചു. കാരണം മൂപ്പർക്കറിയാം, ഞാനിപ്പോൾ ഒരു സഖാവായി ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ, ഞാനൊരു ശിഹാബ് തങ്ങളെയോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തെയോ അല്ലെങ്കിൽ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെയോ വല്ലതും പറഞ്ഞാൽ എന്നെ ഈ സ്റ്റേജിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കും എന്നുള്ളത് മൂപ്പർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ജിഫ്രി തങ്ങളുടെ മുമ്പിലും പാണക്കാട് മുഹമ്മദ് അലി സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുന്നിലും മൂപ്പർ അങ്ങനെ ഒരു നാടൻ കളിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, കൗശലക്കാരനായ കുറുക്കൻ്റെ ബുദ്ധിയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നുള്ളത് നമ്മൾ തറപ്പിച്ച് പറയേണ്ടി വരും. എന്നാൽ നേരം പുലർന്നപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? മുക്കം ഫൈസി എന്ന് പറയുന്ന ആളെ വഖഫ് ബോർഡിലേക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഏത് സർക്കാർ? CPIM എന്ന് പറയുന്ന സർക്കാർ. ഏതാണ് ഈ CPIM എന്ന് പറയുന്നത്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റും ഉണ്ട്, മാർക്സിസവും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇന്നലെ പറഞ്ഞ മുക്കം കമ്മ്യൂണിസവും മാർക്സിസവും വിശ്വാസികൾക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ അതേ മുക്കം ഉമർ ഫൈസി നേരം വെളുത്തപ്പോൾ, അതായത് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തപ്പോൾ കമ്മ്യൂണിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചും
മൂപ്പര് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതിൻ്റെ സിദ്ധാന്തം, അതിൻ്റെ ആദർശം അത് വേറൊന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് വേറൊന്നാണ്. അത് പിന്നെ ഇവിടെ നമുക്കറിയാലോ, ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്. ഇവിടെ നിരീശ്വരത്വം നടപ്പാക്കുന്ന ഒരു പദ്ധതി അവർ കൊണ്ടുവന്നിട്ടില്ല. അത് നടക്കില്ല അങ്ങനെയുള്ളത്.